Hi students, it's me Sridag, your physics teacher. Welcome back to my online physics class. Today we are going to start our fifth chapter in physics, which is work, energy and power. So let's start. So in the first page of our chapter, we can see a conversation in a house, isn't it? So all of you listen to the conversation going on in a house. So mother says that in spite of installing the new pump, there is still delay while filling the tank. Father replied that we should have bought a 1 HP pump instead of a half HP pump. Then the son asked to the father, Daddy, what do half HP and 1 HP mean? Can you give an answer to this? So ഒരു ഹൗസിലെ മദറും ഫാദറും സണ്ണും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ് നമ്മളിപ്പോൾ റീഡ് ചെയ്തത് അല്ലേ? സോ എന്തിനെ കുറിച്ചാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്? അവരുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ടൈം ഡിലേ ആണ്. സോ അവരുടെ വാട്ടർ പമ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാനാണ് അവർ പറയുന്നത് അല്ലേ? സോ ഫാദർ എന്താ പറയുന്നത്? അവരുടെ ഇപ്പോഴത്തെ ഹാഫ് HP പമ്പിന് ഇൻസ്റ്റഡ് ആയിട്ട് 1 HP പമ്പ് റീപ്ലേസ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ? സോ ഇത് കേട്ടുന്ന സണ്ണ് ഡാഡിയോട് എന്താ ചോദിക്കുന്നത്? എന്താണ് ഹാഫ് HP-യും 1 HP-യും എന്നാണ്. സോ നിങ്ങൾക്കറിയോ എന്താണ് ഹാഫ് HP ആൻഡ് 1 HP എന്ന് പറഞ്ഞാൽ? സോ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും മോട്ടോർ പമ്പുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? സോ ആ മോട്ടോർ പമ്പിന്റെ പവറിനെ നമ്മൾ HP കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ HP എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പവർ എന്നാണ്. HP-യുടെ ഫുൾ ഫോം ഹോഴ്സ് പവർ എന്നാണ്. ഓക്കെ, സോ ഹാഫ് ഹോഴ്സ് പവർ ഉള്ള വാട്ടർ പമ്പ് ഉണ്ട്, 1 ഹോഴ്സ് പവർ ഉള്ള വാട്ടർ പമ്പ് ഉണ്ട്. ഓക്കെ, സോ ഏതിനായിരിക്കും പവർ കൂടുതൽ? 1 HP-ക്ക് ആയിരിക്കും പവർ കൂടുതൽ അല്ലേ? സോ ഇവിടെ ഇവരുടെ വീട്ടിലെ വാട്ടർ പമ്പ് ഹാഫ് HP ആണ്. സോ അതിന്റെ പവർ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും അല്ലേ? സോ ആ ഹാഫ് HP പമ്പ് റിമൂവ് ചെയ്തിട്ട് 1 HP പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഫാദർ പറയുന്നത് അല്ലേ? Then there is a 3 figures in the first page, isn't it? See figure 5.1. All of you observe the figure 5.1. Try to write down the activities shown in them. So ഈ ഫിഗേഴ്സിലെ 3 ആക്ടിവിറ്റികളാണ് നമ്മൾ കാണുന്നത് അല്ലേ? There is 3 activities, isn't it? The first man hit a cricket ball, isn't it? In the second picture, a man pushes a trolley, isn't it? And in the third picture, a man pushing a wall, isn't it? So ഇവിടെ 3 different activities ആണ് നമ്മൾ ഒബ്സർവ് ചെയ്തത് അല്ലേ? Then write down more activities which are familiar to you. സോ നിങ്ങൾക്ക് പരിചിതമായ മറ്റ് ആക്ടിവിറ്റികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ? സോ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആയിട്ടൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എ മാൻ ക്യാരിങ് എ ലോഡ്, ഇസിൻറ്റ് ഇറ്റ്? ഒരു പേഴ്സൺ ഒരു ലോഡ് ക്യാരി ചെയ്യുന്ന എന്താണ്? ഒരു ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ ആണ് അല്ലേ? ദെൻ വാട്ട് ആർ ദ മോർ എക്സാമ്പിൾസ്? പുഷിംഗ് എ കാർ ഓൺ ടു മോഷൻ. ദെൻ എ വുഡൻ ബ്ലോക്ക് ഈസ് റേസ്ഡ് ടു എ ഹൈറ്റ്. എ ക്രിക്കറ്റ് ബോൾ ഈസ് ഹിറ്റ്, എക്സെട്ര. സോ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓരോ ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ ആണ് അല്ലേ? സോ ഇനിയും ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഡെയിലി നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഓരോ പോയിന്റ് ആക്കി റൈറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എ ഫോഴ്സ് ഈസ് ടു ബി അപ്ലൈഡ് ഓൺ എ ബോഡി ടു ഡു ആൻ ആക്ടിവിറ്റി. ഫൈൻഡ് ഔട്ട് ദ സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഫോർ ഈച്ച് ആക്ടിവിറ്റി ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ ദ ടേബിൾ. സോ നമുക്കറിയാം ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ആ ആക്ടിവിറ്റിക്ക് നമ്മൾ ഫോഴ്സ് എക്സെർട്ട് ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് ഏതൊരു ബോഡിയിലാണോ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നത് ആ ബോഡിയിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കുള്ളൂ, ഇസിൻറ്റ് ഇറ്റ്? സോ ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റീസിനെല്ലാം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലേ? സോ ഏതൊരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും അതിന് ഫോഴ്സ് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം അല്ലേ? സോ ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമായ ഫോഴ്സിന്റെ സോഴ്സ് ഏതൊക്കെയാണ്? സോ ലെറ്റ്സ് ചെക്ക്. നമുക്കൊന്ന് നോക്കാം. So in the table 5.1 there is 2 columns. In the first column activity and in the second column source of applied force. So first activity is falling of a mango. That is ഒരു മാംഗോ ട്രീയിൽ നിന്നും ഒരു മാംഗോ ഫ്രീ ആയിട്ട് ഫാൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു മാംഗോ ഫ്രീ ആയിട്ട് ഫാൾ ചെയ്യാൻ ആരെങ്കിലും ഫോഴ്സ് എക്സെർട്ട് ചെയ്യണോ? വേണ്ടേ? നമുക്കറിയാം ഏതൊരു ആക്ടിവിറ്റി നടക്കണമെങ്കിലും അവിടെ ഫോഴ്സ് എക്സെർട്ട് ചെയ്യണം. സോ ഒരു മാംഗോ ഫ്രീ ആയിട്ട് ഫാൾ ചെയ്യാൻ നമ്മൾ ആരെങ്കിലും ആ മാംഗോയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ. സോ ആ മാംഗോ താഴേക്ക് ഫാൾ ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് ആരാ അപ്ലൈ ചെയ്യുന്നത്? ദ എർത്ത്, ഇസിൻറ്റ് ഇറ്റ്?
എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഏതൊരു ഒബ്ജക്റ്റും താഴേക്ക് വീഴുന്നത് അല്ലേ? സോ ദ സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ദ എർത്ത്, isn't it? Then the second activity is a trolley being pushed. ഒരു ട്രോളി തറയിലൂടെ പുഷ് ചെയ്യുന്നത്. സോ അതാരാ ചെയ്യുക? നമ്മൾ പീപ്പിൾസ് അല്ലേ? സോ ദ സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് പുഷിങ്. ദാറ്റ് ഈസ് ആ ട്രോളി ആരാണോ പുഷ് ചെയ്യുന്നത് ആ പേഴ്സൺ ആയിരിക്കും ആ അപ്ലൈഡ് ഫോഴ്സിന്റെ സോഴ്സ്, isn't it? Then add one more activity, a man carrying a load. സോ ഒരു മാൻ ഒരു ലോഡ് ക്യാരി ചെയ്യുകയാണെങ്കിൽ അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലേ? സോ ആ ലോഡ് ക്യാരി ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് ആരാണ് അപ്ലൈ ചെയ്യുന്നത്? ദ പേഴ്സൺ ഹു ഈസ് ക്യാരിങ് ദ ലോഡ്, isn't it? ആരാണോ ആ ലോഡ് ക്യാരി ചെയ്യുന്നത് ആ പേഴ്സൺ ആയിരിക്കും അതിനാവശ്യമായ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, isn't it? സോ ദ സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ദ പേഴ്സൺ ഹു ഈസ് ക്യാരിങ് ദ ലോഡ്, isn't it? സോ ഏതൊരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് objects undergo displacement only when force is applied on them. സോ ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണമെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം, isn't it? സോ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുള്ളൂ, isn't it? Then does the displacement takes place always in the direction of the force applied? Is there any situation in which no displacement takes place even when a force is applied? Write down in the table. സോ ഏതൊരു ഒബ്ജക്റ്റിലും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും, isn't it? സോ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷൻ തന്നെ ആയിരിക്കുമോ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്. സോ ലെറ്റ്സ് ചെക്ക്, നമുക്ക് നോക്കാം. സോ ദർ ഈസ് എ ടേബിൾ 5.2. ഇൻ ദ ഫസ്റ്റ് കോളം displacement takes place in the direction of the force applied, and in the second column no displacement for the body in the direction of force applied. So first കോളത്തിലെ ആക്ടിവിറ്റി ഏതാണ്? എ ക്രിക്കറ്റ് ബോൾ വെൻ ഹിറ്റ് ബൈ എ ബാറ്റ്. സോ ഒരു ക്രിക്കറ്റ് ബോൾ ബാറ്റ് കൊണ്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ അടിക്കുന്നത് ആ ഡയറക്ഷനിലേക്കായിരിക്കും ആ ക്രിക്കറ്റ് ബോൾ മൂവ് ചെയ്യുന്നത് അല്ലേ? സോ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ബോൾ മൂവ് ചെയ്യുക, isn't it? ദെൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സെയിം ഡയറക്ഷൻ തന്നെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്ന മറ്റൊരു ആക്ടിവിറ്റി ഏതാണ്? എ ട്രോളി ബീങ് പുഷ്ഡ്. ദാറ്റ് ഈസ് ഒരു ട്രോളി പുഷ് ചെയ്യുന്നത് അല്ലേ? സോ ഏത് ഡയറക്ഷനിലേക്കാണോ നമ്മൾ ട്രോളി പുഷ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഏത് ഡയറക്ഷനിലേക്കാണോ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലേക്കായിരിക്കും ആ ട്രോളി മൂവ് ചെയ്യുക അല്ലേ? ആ ട്രോളിക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് നമ്മൾ ഫോഴ്സ് എക്സെർട്ട് ചെയ്ത സെയിം ഡയറക്ഷൻ തന്നെ ആയിരിക്കും അല്ലേ? ദെൻ ഇൻ ദ സെക്കൻഡ് കോളം ദർ ഇസ് എ ആക്ടിവിറ്റി in which no displacement for the body in the direction of force applied. സോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കാത്ത ഒരു ആക്ടിവിറ്റിയാണ് സെക്കൻഡ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഏതാണ് ആക്ടിവിറ്റി? എ വാൾ ഈസ് പുഷ്ഡ്, isn't it? സോ നമ്മളൊരു വാൾ പുഷ് ചെയ്താൽ ആ വാൾ മൂവ് ചെയ്യോ? നോ. സോ വാൾ എന്ന് പറയുന്നത് ഒരു റിജിഡ് ബോഡിയാണ് അല്ലേ? സോ നമ്മൾ എത്ര ഫോഴ്സ് എക്സെർട്ട് ചെയ്താലും അത് മൂവ് ചെയ്യില്ല അല്ലേ? പക്ഷെ നമ്മളവിടെ ഫോഴ്സ് കൊടുക്കാതിരിക്കുന്നുണ്ടോ? നോ. നമ്മളിവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ബട്ട് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്, isn't it? സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്, isn't it? സോ നമ്മൾ വാളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചോ? നോ, ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്. നമ്മളൊരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സെയിം ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണമെന്നില്ല. ഓക്കെ, സോ ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഏത് ഡയറക്ഷനിലേക്കും ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാം, isn't it? ഏത് ഡയറക്ഷനിലേക്കും അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കാതിരിക്കുകയും ചെയ്യാം, isn't it? സോ ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഡിസ്പ്ലേസ്മെന്റ് 0 ആവാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, ദെൻ ദോ ഫോഴ്സസ് ആർ അപ്ലൈഡ് ഓൺ ദ ബോഡീസ് ഇൻ ആൾ ദ എബോവ് സിറ്റുവേഷൻസ് ഡിസ്പ്ലേസ്മെന്റ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ് ഇൻ ആൾ, isn't it? സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആക്ടിവിറ്റീസിൽ എല്ലാ ആക്ടിവിറ്റീസിലും ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ടോ? നോ. എക്സാമ്പിൾ, എ വാൾ ഈസ് പുഷ്ഡ്, isn't it? ഒരു വാൾ പുഷ് ചെയ്താൽ ആ വാൾ മൂവ് ചെയ്യുന്നുണ്ടോ? നോ, ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദി വാൾ, isn't it? സോ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഇൻ സിറ്റുവേഷൻസ് വേർ ഡിസ്പ്ലേസ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. സോ എപ്പോഴാണ് നമ്മളൊരു വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുക? നമ്മൾ ഏത് ഒബ്ജക്റ്റിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാലേ നമ്മൾ വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഒരു വാളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ
അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ? നോ. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദി വാൾ. സോ നമ്മൾ വാളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബട്ട് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ നമ്മളവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്തിട്ടും അത് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറയുക. ഓക്കെ, സോ നമ്മൾ ആ ഒബ്ജക്റ്റിൽ ഒരുപാട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ദ വർക്ക് ഡൺ ഈസ് 0 ബിക്കോസ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 0. ഓക്കെ, so our first topic in our chapter is work. Okay, so let's start our first topic, work. Work is said to be done only when a body undergoes displacement in the direction of force applied. So ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിൽ ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയുള്ളൂ. ഓക്കെ, observe figure 5.2 and write down the situations where work is said to be done. So all of you observe the figure 5.2. There are so many activities in the figure 5.2, isn't it? So ഈ ഫിഗറിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരു പേഴ്സൺ ഒരു ലോറി പുഷ് ചെയ്യുന്നുണ്ട്, then other 3 persons carrying loads, isn't it? സോ ഇതിൽ ഏത് പേഴ്സൺ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമുക്ക് ഒരു വർക്ക് എന്ന് പറയാൻ പറ്റുന്നത്? വി നോ ദാറ്റ് ഒരു വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റും ഉണ്ടായിരിക്കണം, ഇസിന്റ് ഇറ്റ്? സോ ഫസ്റ്റ് സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ ലോറി പുഷ് ചെയ്യാണ് അല്ലേ? സോ ആ ലോറി മൂവ് ചെയ്യുന്നുണ്ടോ? നോ, ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദി ലോറി. സോ ദർ ഈസ് വർക്ക് ഡൺ ഈസ് 0, ഇസിന്റ് ഇറ്റ്? ദെൻ ഇൻ ദ സെക്കൻഡ് പിക്ചർ എ പേഴ്സൺ ക്യാരിങ് എ റെക്ടാങ്കുലർ ബ്ലോക്ക്, ഇസിന്റ് ഇറ്റ്? സോ ഈ പേഴ്സൺ വർക്ക് ചെയ്യുന്നുണ്ടോ? നോ. വാട്ട് ഈസ് ദ റീസൺ? ആ പേഴ്സൺ ആ റെക്ടാങ്കുലർ ബ്ലോക്കിലേക്ക് എങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഇൻ ദി അപ്വാർഡ് ഡയറക്ഷൻ, ഇസിന്റ് ഇറ്റ്? ആ പേഴ്സന്റെ ഷോൾഡറിലാണ് റെക്ടാങ്കുലർ ബ്ലോക്ക് ഉള്ളത് അല്ലേ? സോ ആ റെക്ടാങ്കുലർ ബ്ലോക്കിലേക്ക് അപ്വാർഡ് ഡയറക്ഷനിലാണ് ആ പേഴ്സൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഇസിന്റ് ഇറ്റ്? ദെൻ ആ പേഴ്സൺ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഹി വാക്സ് ഫോർവേഡ്, ഇസിന്റ് ഇറ്റ്? സോ ആ പേഴ്സൺ റെക്ടാങ്കുലർ ബ്ലോക്ക് ഷോൾഡറിൽ ക്യാരി ചെയ്തിട്ട് മുന്നോട്ടാണ് നടക്കുന്നത് അല്ലേ? സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലേക്കും ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് മുന്നോട്ടുമാണ് അല്ലേ? സോ സെയിം ഡയറക്ഷനിലാണോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്? നോ. സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും ഡിഫറെന്റ് ആണ് അല്ലേ? സോ ദർ ഈസ് നോ വർക്ക് ഡൺ, ഇസിന്റ് ഇറ്റ്? ദെൻ ഇൻ ദ നെക്സ്റ്റ് പിക്ചർ എ പേഴ്സൺ ക്യാരിങ് ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് വാക്ക് ഫോർവേഡ്, ഇസിന്റ് ഇറ്റ്? സോ ഒരു പേഴ്സൺ തലയിൽ ലോഡ് വെച്ചിട്ട് മുന്നോട്ട് നടക്കുകയാണ് അല്ലേ? സോ ഈ സിറ്റുവേഷനിലും ഫോഴ്സ് എങ്ങോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്? മുകളിലേക്കാണ് അല്ലേ? അപ്വാർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ആ ലോഡ് ആ പേഴ്സന്റെ ഹെഡിലാണ് ഉള്ളത് അല്ലേ? സോ ഹെഡ് എങ്ങോട്ടാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്? ആ ബോഡിയിലേക്ക്, ദാറ്റ് ഈസ് ആ ലോഡിലേക്ക് അപ്വാർഡ് ഡയറക്ഷനിലാണ്, ദാറ്റ് ഈസ് മുകളിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ബട്ട് ആ പേഴ്സൺ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഫോർവേഡിലേക്കാണ് അല്ലേ? മുന്നോട്ടാണ് നടക്കുന്നത്. സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും ഡിഫറെന്റ് ആണ്, ഇസിന്റ് ഇറ്റ്? സോ ദർ ഈസ് നോ വർക്ക് ഡൺ. സോ ആ പേഴ്സൺ ചെയ്യുന്ന വർക്ക് 0 ആണ് അല്ലേ? ദെൻ ഇൻ ദ ലാസ്റ്റ് പിക്ചർ എ പേഴ്സൺ ക്യാരിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് ക്ലൈംസ് ദ സ്റ്റെപ്സ്, ഇസിന്റ് ഇറ്റ്? സോ ലാസ്റ്റ് പിക്ചറിൽ ഒരു പേഴ്സൺ അയാളുടെ തലയിൽ ലോഡ് വെച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ കയറാണ് അല്ലേ? സോ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? യെസ്, ഹി ഡു ദ വർക്ക്, ഇസിന്റ് ഇറ്റ്? സോ വാട്ട് ഈസ് ദ റീസൺ? സോ ലാസ്റ്റ് പിക്ചറിൽ പേഴ്സൺ തലയിലാണ് ലോഡ് വെക്കുന്നത് അല്ലേ? സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അപ്വാർഡ് ഡയറക്ഷനിലേക്കാണ്. ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഹി മൂവ്സ്? ഏത് ഡയറക്ഷനിലേക്കാണ് ഈ പേഴ്സൺ മൂവ് ചെയ്യുന്നത്? അപ്വാർഡ് ഡയറക്ഷൻ, ഇസിന്റ് ഇറ്റ്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സെയിം ഡയറക്ഷനിലേക്കാണ് ഈ പേഴ്സൺ മൂവ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ആ പേഴ്സന്റെ ഡിസ്പ്ലേസ്മെന്റ്. സോ എങ്ങനെയാണ് അപ്വാർഡ് ഡയറക്ഷനിലേക്ക് ആ പേഴ്സന്റെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്? നിങ്ങൾ നോക്കൂ, ആ പേഴ്സൺ സ്റ്റെപ്പ് കയറുകയല്ലേ? സോ സ്റ്റെപ്പ് കയറുമ്പോൾ ആ പേഴ്സൺ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മുകളിലേക്കല്ലേ? സോ ആ പേഴ്സന്റെ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ആ പേഴ്സന്റെ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ് അല്ലേ? സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും സെയിം ആണ്. സോ ദ പേഴ്സൺ ഡൺ ദ വർക്ക്, ഇസിന്റ് ഇറ്റ്? സോ ഇൻ ദിസ് ഫിഗർ ഓൺലി ദ ലാസ്റ്റ് പേഴ്സൺ ഡു ദ വർക്ക്, ഇസിന്റ് ഇറ്റ്? എന്നാൽ ബാക്കിയുള്ള പേഴ്സൺസ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നോ, ബാക്കി എല്ലാ പേഴ്സൺസും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബട്ട് ദർ ഈസ് നോ വർക്ക് ഡൺ. ദ വർക്ക് ഡൺ ഈസ് 0
because the direction of force applied and the displacement is in different directions, isn't it? ലോഡിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ്. സോ അവർ ചെയ്യുന്ന വർക്ക് 0 ആയിരിക്കും. ദെൻ കൺസിഡർ ദ കേസസ് ഗിവൺ ബിലോ വിച്ച് ആർ കണക്റ്റഡ് വിത്ത് വർക്ക്. സോ ഇവിടെ വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. സോ അത് കെയർഫുള്ളി റീഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഓക്കെ, സോ വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്? A boy pushed an object of mass 30 kg horizontally across a floor through 50 meter. Another boy pushed an object of mass 50 kg across the same floor through 50 meter. Both of them gave the same speed for moving the objects. So ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഒരു ബോയ് 30 kg മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഫ്ലോറിലൂടെ 50 മീറ്റർ പുഷ് ചെയ്യുന്നുണ്ട് അല്ലേ? Then another boy pushed an object of mass 50 kg across the same floor through 50 meter. മറ്റൊരു ബോയ് 50 kg മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് സെയിം ഫ്ലോറിലൂടെ 50 മീറ്റർ പുഷ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് ബോയ് 30 kg മാസ് ഉള്ള ഒബ്ജക്റ്റ് ആണ് ഫ്ലോറിലൂടെ പുഷ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ബോയ് 50 kg മാസ് ഉള്ള ഒബ്ജക്റ്റ് ആണ് ഫ്ലോറിലൂടെ പുഷ് ചെയ്യുന്നത് അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ അപ്ലൈഡ് ദ ഗ്രേറ്റർ ഫോഴ്സ് ഹിയർ? സോ ഏത് ബോയ് ആണ് ഗ്രേറ്റർ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തത്? സോ വാട്ട് ഈസ് ദ ആൻസർ? ദ സെക്കൻഡ് ബോയ് അപ്ലൈഡ് ദ ഗ്രേറ്റർ ഫോഴ്സ്, ഇസ്ന്റ് ഇറ്റ്? സോ വാട്ട് ഈസ് ദ റീസൺ? സെക്കൻഡ് ഒബ്ജക്റ്റിനാണ് മാസ് കൂടുതൽ അല്ലേ? 50 kg മാസാണ് സെക്കൻഡ് ബോയ് പുഷ് ചെയ്യുന്നത്. ഫസ്റ്റ് ബോയ് 30 kg മാസാണ് പുഷ് ചെയ്യുന്നത് അല്ലേ? സോ രണ്ട് ബോയ്സും സെയിം ഡിസ്റ്റൻസിലേക്കാണ് ഒബ്ജക്ട്സ് പുഷ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഒബ്ജക്റ്റിനാണ് മാസ് കൂടുതൽ അല്ലേ? സെക്കൻഡ് ഒബ്ജക്റ്റ് 50 kg ഉണ്ട്, ഫസ്റ്റ് ഒബ്ജക്റ്റ് 30 kg ഉള്ളൂ. രണ്ട് ബോയ്സും സെയിം ഡിസ്റ്റൻസിലേക്കാണ് ഈ ഒബ്ജക്ട്സിനെ പുഷ് ചെയ്യുന്നത്. സോ രണ്ട് ബോയ്സും സെയിം സ്പീഡിലാണ് ഒബ്ജക്ട്സ് മൂവ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ? സോ ഏത് ബോയ് ആയിരിക്കും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരിക? സെക്കൻഡ് ബോയ്, ഇസ്ന്റ് ഇറ്റ്? സോ ദ ആൻസർ ഈസ് ദാറ്റ് ഹിയർ ദ സെക്കൻഡ് ബോയ് അപ്ലൈഡ് ഗ്രേറ്റർ ഫോഴ്സ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കേസ് വാസ് ദ വർക്ക് ഗ്രേറ്റർ? സോ ഇവിടെ ഏത് കേസിലാണ് വർക്ക് കൂടുതലായിട്ട് വരുന്നത്? വി നോ ദാറ്റ് ദ സെക്കൻഡ് ബോയ് അപ്ലൈഡ് ദ ഗ്രേറ്റർ ഫോഴ്സ്, ഇസ്ന്റ് ഇറ്റ്? സോ ദ വർക്ക് വാസ് ഗ്രേറ്റർ ഇൻ ദ സെക്കൻഡ് കേസ്, ഇസ്ന്റ് ഇറ്റ്? സോ ഇവിടെ സെക്കൻഡ് ബോയ് ആണ് ഗ്രേറ്റർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ ഗ്രേറ്റർ വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് കേസിലായിരിക്കും അല്ലെ? സെക്കൻഡ് ബോയ് ആണ് ഗ്രേറ്റർ വർക്ക് ചെയ്യുന്നത്, ഇസ്ന്റ് ഇറ്റ്? സോ ദ ആൻസർ ഈസ് ദാറ്റ് ഗ്രേറ്റർ വർക്ക് വാസ് ഇൻ ദ സെക്കൻഡ് കേസ്, ഇസ്ന്റ് ഇറ്റ്? ദെൻ ബേസ്ഡ് ഓൺ ദിസ് റൈറ്റ് ഡൗൺ എ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് വർക്ക്. സോ ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലായത്? വർക്ക് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വർക്കും ഇൻക്രീസ് ചെയ്യും, ഇസ്ന്റ് ഇറ്റ്? സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് വെൻ ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് ഇൻക്രീസസ്, വർക്ക് ആൾസോ ഇൻക്രീസസ്, ഇസ്ന്റ് ഇറ്റ്? ദെൻ ദർ ഈസ് അനദർ സ്റ്റേറ്റ്മെന്റ്, എ ചൈൽഡ് പുഷ്ഡ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 30 kg അക്രോസ് എ ഹൊറിസോണ്ടൽ ഫ്ലോർ ത്രൂ 20 meter. Another child pushed the same object through 30 meter on the same floor with the same speed. Both of them gave the same speed for moving the objects. So what is the statement? ഒരു ചൈൽഡ് 30 kg മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഒരു ഹൊറിസോണ്ടൽ ഫ്ലോറിലൂടെ 20 മീറ്റർ പുഷ് ചെയ്തു. ദെൻ മറ്റൊരു ചൈൽഡ് സെയിം മാസ് ഉള്ള ദാറ്റ് ഈസ് 30 kg മാസ് ഉള്ള സെയിം ഒബ്ജക്റ്റ് സെയിം ഫ്ലോറിലൂടെ 30 മീറ്റർ പുഷ് ചെയ്തു. ഓക്കെ, സോ ഈ രണ്ട് ചിൽഡ്രൻസും ഹൊറിസോണ്ടൽ ഫ്ലോറിലൂടെ സെയിം സ്പീഡിലാണ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യിപ്പിച്ചത്. ദാറ്റ് ഈസ് സെയിം സ്പീഡിലാണ് രണ്ട് ചിൽഡ്രൻസും ഒബ്ജക്ട്സ് പുഷ് ചെയ്തത്. ഓക്കെ, so there is difference in the displacement of the objects, isn't it? Then first question, who pushed the object to a greater distance here? So what is the answer? The second child, isn't it? So second child ആണ് ഗ്രേറ്റർ ഡിസ്റ്റൻസിലേക്ക് ഒബ്ജക്റ്റ് പുഷ് ചെയ്തത് അല്ലേ? 30 മീറ്ററിലേക്കാണ് സെക്കൻഡ് ചൈൽഡ് ഒബ്ജക്റ്റിനെ പുഷ് ചെയ്തത് അല്ലേ? സോ ദ ആൻസർ ഈസ് ദാറ്റ് ദ സെക്കൻഡ് ചൈൽഡ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദം? സോ ഈ രണ്ട് കേസിലും ഈ രണ്ട് ചിൽഡ്രൻസും അപ്ലൈ ചെയ്ത ഫോഴ്സ് എങ്ങനെയാണ്? രണ്ട് ചിൽഡ്രൻസും സെയിം ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ റീസൺ? സോ ഇവിടെ രണ്ട് ചിൽഡ്രൻസും സെയിം ഒബ്ജക്റ്റ് ആണ് പുഷ് ചെയ്തത് അല്ലേ? 30 kg മാസ് ഉള്ള സെയിം ഒബ്ജക്റ്റ് ആണ് പുഷ് ചെയ്തത് അല്ലേ? സോ രണ്ട് ചിൽഡ്രൻസും സെയിം ഫോഴ്സ് ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക, ഇസ്ന്റ് ഇറ്റ്? സോ ദ ആൻസർ ഈസ് ദാറ്റ് സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഇൻ ബോത്ത് കേസസ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് കേസ് ഹൂ ഡിഡ് ഗ്രേറ്റർ വർക്ക്? സോ ഈ കേസിൽ ഏത് ചൈൽഡാണ് ഗ്രേറ്റർ വർക്ക് ചെയ്തത്? ദാറ്റ് ഈസ് കൂടുതൽ വർക്ക് ചെയ്തത് ഏത് ചൈൽഡാണ്? സോ വാട്ട് ഈസ് ദ ആൻസർ? സോ ഇവിടെ രണ്ടുപേരും സെയിം ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത് അല്ലേ?
സെയിം മാസ് ഉള്ള ഒബ്ജക്റ്റ് ആണ് രണ്ടുപേരും പുഷ് ചെയ്തത്. സോ സെയിം ഫോഴ്സ് ആണ് രണ്ടുപേരും അപ്ലൈ ചെയ്തത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഫസ്റ്റ് ചൈൽഡ് 20 മീറ്ററും സെക്കൻഡ് ചൈൽഡ് 30 മീറ്ററും ആണ് പുഷ് ചെയ്തത് അല്ലേ? സോ ഗ്രേറ്റർ ഡിസ്റ്റൻസിലേക്ക് ഒബ്ജക്റ്റിനെ പുഷ് ചെയ്ത ആരാണ്? സെക്കൻഡ് ചൈൽഡ് ആണ്, isn't it? So the answer is that the second child did the greater work. Okay. Then last question, which is the factor influencing work here? So ഇവിടെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ ഏതാണ്? ഫോഴ്സ് ആണോ? നോ. Then which is the factor? Displacement, isn't it? സോ ഇവിടെ രണ്ട് ചിൽഡ്രൻസും അപ്ലൈ ചെയ്ത ഫോഴ്സ് ഈക്വൽ ആണ് അല്ലേ? ദർ ഈസ് ഓൺലി എ ഡിഫറൻസ് ഇൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്ട്സ്, isn't it? സോ രണ്ട് ഒബ്ജക്ട്സിലുള്ള ഡിസ്പ്ലേസ്മെന്റിലാണ് ഡിഫറൻറ്റ് ഉള്ളത് അല്ലേ? സോ ഫസ്റ്റ് ചൈൽഡ് 20 മീറ്ററും സെക്കൻഡ് ചൈൽഡ് 30 മീറ്ററും ആണ് ഒബ്ജക്ട്സ് പുഷ് ചെയ്തത് അല്ലേ? സോ ഗ്രേറ്റർ ഡിസ്റ്റൻസ് പുഷ് ചെയ്തത് സെക്കൻഡ് ബോയ് ആണ്. സോ ദ ഗ്രേറ്റർ വർക്ക് ഈസ് ഡിഡ് ബൈ സെക്കൻഡ് ബോയ്. സോ ഹിയർ ദ ഫാക്ടർ ഇൻഫ്ലുവൻസിംഗ് ദ വർക്ക് ഈസ് ഡിസ്പ്ലേസ്മെന്റ്, isn't it? Then what are the factors to be considered to determine the work done by the force? Discuss. So വർക്ക് ഡൺ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, isn't it? സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ആണ് വർക്ക് ഡണ്ണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും യൂസ് ചെയ്ത് വർക്ക് ഡൺ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ haven't you understood that the force applied on a body and the displacement of the body are to be considered to determine the work done on it? Yes. Then if a body of F Newton is applied continuously on a body and the body undergoes a displacement of small letter s meter in the direction of the force, then the work done by the applied force is capital W equal to capital F into small letter s. ദാറ്റ് ഈസ് ഒരു ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എഫ് ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബോഡിക്ക് അപ്ലൈഡ് ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിൽ എസ് മീറ്റർ, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ എസ് മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. ഓക്കെ. സോ ഈ കേസിൽ ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് W ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആയിരിക്കും. ദാറ്റ് ഈസ് ആ ബോഡിയിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇൻറ്റു ആ ബോഡിക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് if a force of F Newton is applied continuously on a body and the body undergoes a displacement of S meter in the direction of the force, then the work done by the applied force is W equal to Fs, that is F into S. Okay. So work in the equation എന്താണ്? W equal to F into S. Okay. So work in the equation എല്ലാവരും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ ദർ ഈസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദ ഇക്വേഷൻ W ഈക്വൽ ടു Fs. ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് കണ്ടിന്യൂസ്ലി ഓൺ എ ബോഡി. ഇഫ് ദ ബോഡി അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 2 മീറ്റർ, ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. സോ ഒരു ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. സോ ആ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയാണ്. 2 മീറ്റർ ആണ് ആ ബോഡിക്ക് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. സോ ഈ ബോഡിയിൽ അപ്ലൈ ചെയ്ത ഫോഴ്സും ഈ ബോഡിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റും യൂസ് ചെയ്തിട്ട് ഇവിടെ ചെയ്ത വർക്ക് ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ വി നോ ദാറ്റ് ദ ഇക്വേഷൻ വർക്ക് ഡൺ W ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്, ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, isn't it? Here the force is 10 Newton and the displacement is 2 meter. So put these values in the equation W equal to Fs, that is 10 into 2, that is 20 Newton meter, isn't it? So the work done is 20 Newton meter. So here we got the unit of work as Newton meter. Okay. So we know that the unit of force is Newton and the unit of displacement is meter. So we got the unit of work done, that is Newton meter, isn't it? This unit is called joule, capital J. ഓക്കെ. സോ ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ ജൂൾ എന്നാണ് വിളിക്കുന്നത്. സോ വർക്കിന്റെ യൂണിറ്റിനെ നമ്മൾ ജൂൾ എന്നും വിളിക്കും. ഓക്കെ. സോ വർക്ക് ഹാസ് 2 യൂണിറ്റ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ന്യൂട്ടൺ മീറ്റർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ജൂൾ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ J. ഓക്കെ. ദ സെക്കൻഡ് വൺ ഈസ് ജൂൾ. ഓക്കെ. സോ ജൂൾ ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ J. ഓക്കെ. ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ എന്ന സയന്റിസ്റ്റ് ആണ് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും വർക്കിന്റെയും റിലേഷൻ ആദ്യമായിട്ട് ഫൈൻഡ് ചെയ്തത്. ഓക്കെ. സോ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് വർക്കിന്റെ യൂണിറ്റ് ആയിട്ട് ജൂൾ എന്ന് കൊടുത്തത്. ഓക്കെ. സോ വർക്കിന് 2 യൂണിറ്റ് ഉണ്ട്. ഒരു യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ
and the second one is joule. Okay, then 1000 joule equal to 1 kilojoule. So 1000 ജൂളിനെ 1 kilojoule എന്നാണ് നമ്മൾ വിളിക്കാറ്. ഓക്കെ, സോ 1000 ജൂള് ഒരു കിലോ ജൂളിന് ഈക്വൽ ആണ്. ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദ ഫിഗർ 5.3. എ ബോഡി ഓഫ് മാസ് mkg ഈസ് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ. വാട്ട് ആർ ദ ഫോഴ്സസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ബോഡി? സോ ഫിഗർ 5.3 ഒരു ടേബിളിന് മുകളിൽ m കിലോഗ്രാം മാസുള്ള ഒരു ബോഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഫസ്റ്റ് ഫോഴ്സ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് ഇൻ ദി ഡൗൺവാർഡ് ഡയറക്ഷൻ. ഇസിൻ ഇറ്റ്? സോ ഈ ബോഡിയിൽ ഡൗൺവാർഡ്സ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് ആയിരിക്കും. ഇസിൻ ഇറ്റ്? സോ ദാറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് ദി ബോഡി. ഇസിൻ ഇറ്റ്? സോ ആ ബോഡിയുടെ വെയിറ്റ് കൂടിയായിരിക്കും അത്, അല്ലേ? സോ ഈ ബോഡിയുടെ വെയിറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡൗൺവാർഡ്സ് ഡയറക്ഷനിലേക്കാണ്. ഇസിൻ ഇറ്റ്? Then there is another force acting on the upward direction. That is the reactive force from the surface of the table. So ഈ ബോഡിയിൽ അപ്വാർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദി റിയാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, സോ എർത്തിലുള്ള ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ ദി എർത്ത്, ദാറ്റ് ഈസ് ഇൻ ദി ഡൗൺവാർഡ്സ് ഡയറക്ഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റിയാക്റ്റീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഇൻ ദ അപ്വാർഡ് ഡയറക്ഷൻ. ഓക്കെ, then in which direction do this force act? The force of gravity acts downwards and the reaction force acting upwards. Okay, then if this body is to be raised through h meter, in which direction has the force to be applied on the body? So ടേബിളിന് മുകളിലിരിക്കുന്ന ഈ ബോഡി h മീറ്റർ ഹൈറ്റിലേക്കൊന്ന് റേസ് ചെയ്യിക്കണമെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്? ഇൻ ദി അപ്വാർഡ് ഡയറക്ഷൻ ഓഫ് ദി ബോഡി. ഇസിൻറ്റ് ഇറ്റ്? ദ ഫോഴ്സ് ടു ബി അപ്ലൈഡ് ഇൻ ദി അപ്വാർഡ് ഡയറക്ഷൻ. ആ ബോഡിയുടെ അപ്വാർഡ് ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഇസിൻറ്റ് ഇറ്റ്? സോ ദ ആൻസർ ഈസ് ദാറ്റ് ദ ഫോഴ്സ് ടു ബി അപ്ലൈഡ് ഇൻ ദി അപ്വാർഡ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ യു നോ ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ടു ബി അപ്ലൈഡ് അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ പുൾ ഈസ് F ഈക്വൽ ടു mg. ഇസിൻറ്റ് ഇറ്റ്? സോ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് എർത്തിലുള്ള ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് F ഈക്വൽ ടു mg ആയിരിക്കും. ഇസിൻറ്റ് ഇറ്റ്? ദെൻ ഇഫ് ഇറ്റ് ഈസ് റേസ്ഡ് ത്രൂ h മീറ്റർ, വാട്ട് വുഡ് ബി ദ ഡിസ്പ്ലേസ്മെന്റ്? ദാറ്റ് ഈസ് S. സോ ഈ ബോഡി h മീറ്റർ ഹൈറ്റിലേക്ക് റേസ് ചെയ്താൽ ആ ബോഡിക്ക് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് h മീറ്റർ. ഇസിൻറ്റ് ഇറ്റ്? സോ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് W ഈക്വൽ ടു Fs. ഇസിൻറ്റ് ഇറ്റ്? സോ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് W ഈക്വൽ ടു F ഇൻറ്റു S ആയിരിക്കും. ഇസിൻറ്റ് ഇറ്റ്? വേർ F ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദ S ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇസിൻറ്റ് ഇറ്റ്? സോ ആ ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് F, ആ ബോഡിക്ക് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് S, അല്ലേ? സോ F എന്ന് പറയുന്നത് ആ ബോഡിയുടെ വെയിറ്റ് ആയിരിക്കും, അല്ലേ? ദാറ്റ് ഈസ് mg, അല്ലേ? നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചാണ് ഏതൊരു ബോഡിയുടെയും വെയിറ്റ് എന്ന് പറയുന്നത് mg ആയിരിക്കും, അല്ലേ? m ഈസ് ദ മാസ് ആൻഡ് g ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇസിൻറ്റ് ഇറ്റ്? സോ ഒരു ബോഡിയുടെ വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണോ അതിനേക്കാൾ ഗ്രേറ്റർ ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്താലേ ആ ബോഡിയെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലേ? സോ ഒരു ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് mg ആയിരിക്കും. ഇസിൻറ്റ് ഇറ്റ്? സോ m എന്ന് പറയുന്നത് ആ ബോഡിയുടെ മാസ് ആയിരിക്കും, g എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇസിൻറ്റ് ഇറ്റ്? സോ ടേബിളിലിരിക്കുന്ന ഈ ബോഡിയെ നമ്മൾ h ഹൈറ്റിലേക്കാണ് റൈസ് ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? സോ h മീറ്റർ ഹൈറ്റിലേക്ക് റൈസ് ചെയ്യിപ്പിക്കാൻ ആ ബോഡിയുടെ വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണോ അതിനേക്കാൾ ഗ്രേറ്റർ ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലേ? സോ ആ ഫോഴ്സ് ആണ് F. ഇസിൻറ്റ് ഇറ്റ്? സോ F ഈക്വൽ ടു mg. ഇസിൻറ്റ് ഇറ്റ്? വേർ mg ഈസ് ദ വെയിറ്റ് ഓഫ് ദി ബോഡി, അല്ലേ? സോ W ഈക്വൽ ടു Fs എന്ന ഇക്വേഷനെ നമുക്ക് mgh എന്ന് റീപ്ലേസ് ചെയ്യാം. ഇസിൻറ്റ് ഇറ്റ്? സോ F എന്ന് പറഞ്ഞാൽ mg ആണ്, S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഹിയർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് h മീറ്റർ. ഇസിൻറ്റ് ഇറ്റ്? സോ എസിന്റെ സ്ഥാനത്ത് നമുക്ക് h എന്ന് എഴുതാം, എഫിന്റെ സ്ഥാനത്ത് mg എന്ന് എഴുതാം. ഇസിൻറ്റ് ഇറ്റ്? സോ വെൻ എ ബോഡി ഈസ് റേസ്ഡ് ടു എ ഹൈറ്റ് h, the work done against the gravitational force would be W equal to mgh. സോ എർത്ത് സർഫസിലുള്ള ഒരു ഒബ്ജക്റ്റിനെ h മീറ്റർ ഹൈറ്റിലേക്ക് റൈസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ആ ഒബ്ജക്റ്റിൽ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് W ഈക്വൽ ടു mgh ആയിരിക്കും. ഇസിൻറ്റ് ഇറ്റ്? where m is the mass of the body, g is the gravitational constant, h is the height. Isn't it? സോ എർത്ത് സർഫസിലുള്ള ഒരു ബോഡിയിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആ ബോഡിയെ ഒരു ഹൈറ്റിലേക്ക് റൈസ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത്
W ഈക്വൽ ടു mgh ആണ്. ഓക്കെ, സോ എല്ലാവരും ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. W ഈക്വൽ ടു mgh. ഓക്കെ, then there is a question related with the equation W equal to mgh. So let's see. A book of mass 100 gram is raised to the top of a table of height 1 meter. Find the magnitude of the work done by the applied force against the gravitational force, where G equal to 10 meter per second square. So here given that the mass of a book is 100 gram, that is 0.1 kilogram, isn't it? സോ മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. സോ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. സോ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.1 kg ആണ്. ഇസിൻറ്റ് ഇറ്റ്? ദെൻ G ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇസിൻറ്റ് ഇറ്റ്? ദെൻ H ഈക്വൽ ടു 1 മീറ്റർ അല്ലേ. സോ 1 മീറ്റർ ഹൈറ്റിലേക്കാണ് നമ്മൾ ആ ബുക്ക് റൈസ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ. ദെൻ ദ വർക്ക് ഡൺ W ഈക്വൽ ടു mgh. So put the values into the equation W equal to mgh. We get 0.1 into 10 into 1 equal to 1 joule. Isn't it? So 100 gram മാസുള്ള ഒരു ബുക്ക് 1 മീറ്റർ ഹൈറ്റുള്ള ടേബിളിന് മുകളിലേക്ക് റൈസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് 1 ജൂൾ ആണ്. ഓക്കെ, സോ 1 ജൂൾ ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു റൈസ് എ ബോഡി ഓഫ് മാസ് 100 gram ത്രൂ എ ഹൈറ്റ് ഓഫ് 1 മീറ്റർ. ഓക്കെ, സോ 100 gram മാസുള്ള ഒരു ബോഡിയെ 1 മീറ്റർ ഹൈറ്റിലേക്ക് റൈസ് ചെയ്യിപ്പിക്കാൻ ചെയ്യേണ്ട വർക്കാണ് 1 ജൂൾ. ഓക്കെ, സോ 1 ജൂൾ വർക്ക് എന്താണെന്ന് എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ W ഈക്വൽ ടു mgh എന്ന ഇക്വേഷനുമായി റിലേറ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻസ് കൂടി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ അതെല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഹോംവർക്ക്. സോ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, W ഈക്വൽ ടു mgh എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ എല്ലാവരും ഞാനിപ്പോൾ ചെയ്തതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, സോ ടുഡേ വി ആർ വൈൻഡപ്പിംഗ് അവർ ക്ലാസ്. ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ കണ്ടിന്യൂ. ഓക്കെ, സോ ഇന്നത്തെ നിങ്ങളുടെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യലാണ്. ഓക്കെ, സോ നമ്മളിന്ന് ന്യൂ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ എല്ലാവരും ഫ്രഷ് പേജിൽ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഒക്കെ കൊടുത്ത് വൃത്തിയായിട്ട് നോട്ട് എഴുതി തുടങ്ങുക. ഓക്കെ, സോ ഞാനിന്നെടുത്ത എല്ലാ കാര്യങ്ങളും നോട്ടിൽ ഉണ്ടായിരിക്കണം. സോ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി ക്ലിയറായി തെറ്റിക്കാതെ എഴുതണം. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഡെഫിനിഷൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്യണം. സോ ഹോംവർക്ക് എല്ലാവരും മറക്കാതെ ചെയ്യുക. ഓക്കെ, so on the next class we will continue our chapter. Okay, so see you on the next class. Thank you.